നമ്മൾ പഠിച്ചത് ട്രാൻസ്ലേഷൻ മോഷൻ ആയിരുന്നു. ട്രാൻസ്ലേഷൻ മോഷനിൽ 2 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. പാർട്ടിക്കിൾ ഇൻ 1D ബോക്സും പാർട്ടിക്കിൾ ഇൻ 3D ബോക്സും. അതിനെ ബേസ് ചെയ്ത പ്രോബ്ലംസ് പഠിച്ചു. പിന്നെ ടണലിംഗ് ഇഫക്റ്റ്. ഇത്രയാണ് നമ്മുടെ പോർഷൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ അടുത്ത പാർട്ടിലോട്ട് പോവാണ്. മൊഡ്യൂൾ 2-ൽ 2 പാർട്ടാണ് ഉള്ളത്. അപ്ലിക്കേഷൻ ഓഫ് സ്ക്രോണിജർ ഇക്വേഷൻ ടു ട്രാൻസ്ലേഷൻ മോഷൻ. അതേപോലെ തന്നെ ഉള്ളതാണ് വൈബ്രേഷണൽ മോഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം മിക്കവാറും എസ്സേയിൽ ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈബ്രേഷൻ പോർഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഞാൻ മാക്സിമം സാവധാനം എടുത്തു തരാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും സ്റ്റെപ്പുകൾ ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പപ്പോൾ ചോദിക്കാം. അതിൽ മടി കാണിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് അതിലോട്ട് കിടക്കാം. വൈബ്രേഷൻ മോഷത്തിൽ ഒരെണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ള സിസ്റ്റം. അതായത് ട്രാൻസ്ലേഷൻ മോഷനിൽ നമ്മൾ 1D ബോക്സും 3D ബോക്സ് ഒക്കെ പഠിച്ചതുപോലെ തന്നെ വൈബ്രേഷൻ മോഷനിൽ നമുക്ക് പഠിക്കാനുള്ള സിസ്റ്റം ആണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഞാൻ ഒപ്പം തന്നെ നോട്ടും തരാം. അപ്പൊ നിങ്ങൾക്ക് അതും എഴുതിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും ഫോട്ടോ എടുത്ത് അതിൽ നോക്കി നിങ്ങൾ വെറുതെ സ്ട്രെയിൻ ചെയ്യേണ്ട. ഒപ്പം ഞാൻ കുറച്ച് മാക്സിമം സ്ലോ ചെയ്ത് നോട്ട്സും തരാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Application of Schrödinger equation to vibrational motion. Application of Schrödinger equation to vibrational motion. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, SHO, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു സ്പ്രിങ്, അതിൻ്റെ അറ്റത്ത് എന്തുണ്ടാവും? ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒബ്ജക്റ്റ് ചെയ്യുന്ന ഈ മോഷനെ പറയുന്നതാണ് എന്ത്? സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഫിസിക്സിലൊക്കെ +2 എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു റോഡ്, അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്പ്രിങ്, ആ സ്പ്രിങ്ങിന്റെ അറ്റത്ത് എന്തുണ്ട്? ഒരു ബോൾ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബോളിന് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? സ്ട്രെച്ച് ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കംപ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഹാർമോണിക് മോഷൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്? അതിനൊരു ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹൂക്സ് ലോ എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതിന്റെ എക്സ്പ്രഷൻ എന്താന്ന്? ഹൂക്സ് ലോ. ഹൂക്സ് ലോ അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അതായത് നമ്മൾ ഈ ഒബ്ജക്റ്റും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കും. അങ്ങനെ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടുന്ന് ഇതിന് തള്ളാണെന്ന് വിചാരിക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും, അല്ലേ? നമ്മൾ അടിയിൽ നിന്ന് ഇതിനിങ്ങോട്ട് തള്ളാണെങ്കിൽ എന്താ ചെയ്യുക? ഇതിന്റെ കംപ്രഷൻ ആണ് നടക്കുക. ഇനി അതേസമയം ഞാൻ ഇതിനിങ്ങോട്ട് വലിക്കുകയാണെന്ന് വെക്ക്, ഈ ബോളിന് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ എന്താ നടക്കുക? ഇലോങ്ങേഷൻ ആണ് നടക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതാണ് ഇതിന്റെ ഒറിജിനൽ ലെങ്ത്. അത് ഞാനിവിടെ L എന്ന് മാർക്ക് ചെയ്യാണ്. ഈ നടുവിൽ കിടക്കുന്നതാണ് ഇതിന്റെ ഒറിജിനൽ. ഇത് ഞാൻ കംപ്രസ് ചെയ്തപ്പോൾ എന്തുണ്ടായി? ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറഞ്ഞു, അല്ലെ? ഇതിനെ ഞാൻ സ്ട്രെച്ച് ചെയ്തപ്പോൾ എന്തുണ്ടായി? ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഹൂക്സ് ലോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിമോ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമോ ആ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് that is x ആണെങ്കിൽ that force is proportional to x. അതാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു ഒബ്ജക്റ്റും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു.
അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അതായത് ഇവിടെ ഇരുന്ന ഒബ്ജക്റ്റ് ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ്. ഇനി ഇലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന ഒബ്ജക്റ്റ് എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് പോയി. അപ്പൊ ഈ ഒബ്ജക്റ്റിന് എന്തുണ്ടായി? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടി കൊടുക്കും. നെഗറ്റീവ് സൈൻ കൊടുക്കാനുള്ള കാരണം എന്താ? നമ്മൾ ഏത് ഡിറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? സൈൻ കൊടുക്കുന്നത്? നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. ഇപ്പൊ നോട്ട് ചെയ്തിക്കോളൂ. എ പാർട്ടിക്കിൾ ഈസ് സെയ്ഡ് ടു ബി execute a simple harmonic motion. Execute a simple harmonic motion if a restoring force F is proportional to displacement x from the equilibrium position. ഇനി ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. Consider mass m connected to the wall by a spring. അതായത് ഇവിടെ എം മാസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഒരു സ്പ്രിംഗ് വഴി ഒരു വോളിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ പിക്ചർ വരച്ച എല്ലാവരും കൺസിഡർ മാസ് എം കണക്റ്റഡ് ടു ദ വോൾ ബൈ ദ സ്പ്രിംഗ്. അതായത് ഇതാണ് ഇതിന്റെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. L, സ്മോൾ ലെറ്റർ L. L0 എന്ന് കൊടുത്തോളൂ കേട്ടോ. L0. Let L0 be the undistorted length of spring. അതായത് ഇവിടെ നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, സ്പ്രിങ്ങിനോട് മാസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ ലെങ്ത് നമ്മൾ എന്തെന്ന് കൊടുത്തു? L0 എന്ന് കൊടുത്തു. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണേ? അപ്ലൈ ചെയ്യാൻ പോവാണ് അല്ലെ ഫോഴ്സ്. സപ്പോസ് വി അപ്ലൈയിങ് a force on M. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യും? ഈ സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ സ്പ്രിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. ഇത് ഇലോങ്ങേറ്റ് ചെയ്തത്, ഇത് കംപ്രസ് ചെയ്തത്. പിക്ചർ വരച്ച എല്ലാവരും? Yes, miss. Let L be the distorted length. Let L be the distorted length. ഇപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ആ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് മൊത്തം ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് അല്ല കേട്ടോ. മൊത്തം സ്പ്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അതേപോലെ ഈ സ്പ്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇത്രയും ക്ലിയർ ആയില്ലേ പറഞ്ഞത്? Yes, miss. ഇനി according to Hooke's law, according to Hooke's law, according to Hooke's law, എന്താ Hooke's law പറയുന്നത്? The restoring force F is directly proportional to displacement. Directly proportional to displacement. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. അൺഡിസ്റ്റോർട്ടഡ് ലെങ്ത് L0 ആണ്, ഡിസ്റ്റോർട്ടഡ് ലെങ്ത് L ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? ഇതായിരുന്നു ആക്ച്വൽ ലെങ്ത്, അത് L0 ആണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ആ സ്പ്രിങ്ങിന്റെ ലെങ്ത് L ആയി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? നിങ്ങൾ ശ്രമിച്ചു നോക്കൂ പറയാനായിട്ട്. അതായത് ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത് 5 ആണെന്ന് വിചാരിക്കുക. ഞാനത് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ അവിടെ നടന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 2. എങ്ങനെ കിട്ടിയേ? 7 മൈനസ് 5. അതേപോലെ തന്നെയല്ലേ ഇവിടെയും. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ? L മൈനസ് L0. അപ്പൊ F ഈസ് പ്രൊപ്പോർഷണൽ ടു L മൈനസ് L0. പിന്നെ നമ്മൾ പറഞ്ഞു എന്ത് സൈൻ കൊടുക്കണം? മൈനസ് സൈൻ കൊടുക്കണം. കാരണം ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മൈനസ് സൈൻ കൊടുക്കും. F ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് L മൈനസ് L0. ഇനി നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാം. അപ്പൊ F ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റിനെ കൊടുക്കും അല്ലേ? അപ്പൊ K എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. L മൈനസ് L0. F ഈസ് ഈക്വൽ ടു മൈനസ് K L മൈനസ് L0. Let x equal to L minus L0. Let x equal to L minus L0. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? F equal to minus Kx. F equal to minus Kx. Where K is the force constant. Where K is the force constant. ഇതുവരെ കിട്ടിയോ? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1. ഇതുവരെ മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി മിസ്. ഇനി according to Newton's second law of motion, according to Newton's second law of motion, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് ഈക്വൽ ടു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ച് പറയുന്നതാണ് കേട്ടോ അത്. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് എക്സിന്റെ ടേമിൽ ആക്സിലറേഷൻ പറയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വഴി നമുക്ക് പറയാനായിട്ട് പറ്റും. എക്സ് എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെ എക്സിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം? നമ്മൾ മാത്സിൽ അത് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത്
ഡിസ്പ്ലേസ്മെന്റിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഡിസ്പ്ലേസ്മെന്റിനെ 2 വട്ടം ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുക, ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റിയും ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ആക്സിലറേഷനും ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ആക്സിലറേഷനിൽ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ കിട്ടാ? മാസ് ഇൻറ്റു എ എന്താ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, എഫ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. മനസ്സിലായോ? യെസ് മിസ്. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നോക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ? ഈക്വൽ ആണ് അല്ലേ? അവിടെ നമുക്ക് എന്ത് കിട്ടി? എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടി. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് എന്താ? എഫ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ 1നെയും 2വിനെയും എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. കാരണം എന്താ? അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എഴുതാ on comparing 1 and 2, on comparing 1 and 2 നമുക്ക് എങ്ങനെ എഴുതാം? m d square x by dt square is equal to minus kx. കിട്ടിയോ നിങ്ങൾക്ക്? ഇനി ഇതൊരു ജനറൽ ഫോമിലേക്ക് ആക്കാം. അതായത് ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഇനി ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ ബൈ എം. ഈ ഇക്വേഷൻ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 3. ഈ ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് ഏത് വേരിയബിളെ കണ്ടുപിടിക്കാൻ പറ്റുക? ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാണ് എക്സ് അല്ലേ? അപ്പോൾ ദ ജനറൽ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ ഈസ് എക്സ് ആണ്. നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് കിട്ടാം. അത് നമ്മൾ പഠിക്കണം. C1 കോസ് ഒമേഗ ടി പ്ലസ് C2 സൈൻ ഒമേഗ ടി. C1 കോസ് ഒമേഗ ടി പ്ലസ് C2 sin omega t, where omega is root of k by m. Omega is root of k by m. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് കെയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചേ. k is equal to എന്തായിരിക്കും വരിക? രണ്ട് സ്ഥലത്ത് സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം. കെ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ എം. കിട്ടിയോ? കിട്ടി. ഇതിനൊരു ബോക്സിലാക്കി നിങ്ങൾ വെച്ചോളൂ കേട്ടോ. ഇത് നമുക്ക് ആവശ്യം വരും. ഇനി ഇത്രയും സമയം നമ്മൾ ഡിറൈവ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും നമുക്ക് എക്സാമിന് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡെറിവേഷനിൽ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് കെ എന്ന് പറഞ്ഞ ഒരു ടേം വരും. ആ സമയത്ത് നമ്മൾ അതിനെ ഒമേഗ സ്ക്വയർ എം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് ഒമേഗ സ്ക്വയർ എം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്
ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇതൊരിക്കലും നമ്മൾക്ക് ഡെറിവേഷനിലോ എക്സാമിനോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ കെ, നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ കെ എന്ന് പറഞ്ഞൊരു ടേമിന് നമ്മൾ ഒമേഗ സ്ക്വയർ എം എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. ഇനിയാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. എഴുതാം. ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. എപ്പോഴും നമ്മളൊരു ഡെറിവേഷൻ തുടങ്ങുമ്പോൾ ആദ്യം എന്ത് എഴുതുന്ന പഠിച്ചത്? നമ്മൾ 1D ബോക്സും 3D ബോക്സും പഠിച്ചവരല്ലേ? എന്താ നമ്മൾ തുടങ്ങാ? ഏത് വെച്ചാ നമ്മൾ തുടങ്ങാ? Schrödinger equation. സ്ക്രോഡിഞ്ചർ. അപ്പൊ അത് എഴുതാ. The Schrödinger equation is. The Schrödinger equation is. The Schrödinger equation is. എന്താ Schrödinger equation? നിങ്ങൾ പറയണം കേട്ടോ, കാരണം നിങ്ങൾ 1D ബോക്സും 3D ബോക്സും പഠിച്ചതാ. H psi is equal to E psi. H psi is equal to E psi. ഇനി എന്താ H cap എന്ന് പറഞ്ഞ? എന്താ H cap? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. Minus h cut square. മൈനസ് H ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. കൈനറ്റിക് എനർജി പ്ലസ് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി psi is equal to E psi. ഇനി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളിലോട്ട് എടുക്കാം. അപ്പൊ എന്താ വരാ? മൈനസ് H ക്രോസ് സ്ക്വയർ ബൈ 2m സൈൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈ is equal to E സൈ. സൈനെ ഇങ്ങോട്ട് എല്ലായിടത്തേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ 1D ബോക്സ് പഠിച്ചപ്പോ പൊട്ടൻഷ്യൽ എനർജി എത്രയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? 0. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ബോക്സിന്റെ ഉള്ളിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ ഇവിടെ ഒരു സ്പ്രിങ് ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായാലും എന്തല്ല? 0 അല്ല അല്ലെ? അത് അവിടെ നിൽക്കുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തറിയണം? പൊട്ടൻഷ്യൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് അറിയണം. ഇനി അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു എനർജി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ടേം ഉണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്ന് പറയുന്നത് F ഈക്വൽ ടു മൈനസ് dV ബൈ dx. വി എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. F ഈക്വൽ ടു മൈനസ് dV ബൈ dx. ഇതിൽ നിന്ന് dV എങ്ങനെ എഴുതാം? dV ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് എഫ് ഡി എക്സ്. ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. dV ഈക്വൽ ടു മൈനസ് എഫ് ഡി എക്സ്. നമുക്ക് കിട്ടേണ്ടത് എന്താ? വി ആണ്. പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ടേം ആണ് കിട്ടേണ്ടത്. ഡിവിനെ എന്ത് ചെയ്താൽ നമുക്ക് വി കിട്ടും? അതിനെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ dV ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എഫ് ഡി എക്സ്. ഇനി എഫിന് നമ്മൾ ഹൂക്സ് ലോ വെച്ചൊരു എക്സ്പ്രഷൻ പഠിച്ചു. എന്താ? എഫ് ഈക്വൽ ടു എന്താ?
മൈനസ് കെ എക്സ് ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റഗ്രൽ ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ എഫിന് മൈനസ് കെ എക്സ് ഡി എക്സ്. ഇനി മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യില്ലേ, അപ്പൊ എന്താ കിട്ടുക? പ്ലസ് ആയി. ഡി വിന് ഇന്റഗ്രൽ ചെയ്ത് എന്താ കിട്ടുക? വി. ഇന്റഗ്രൽ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുക്കാം. ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ എന്താ? കെ എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 1 അത് പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ സൈ ഈക്വൽ ടു ഇ സൈ. ഒന്നും ചെയ്തില്ല, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ കൊടുത്തു. ഹാഫ് കെ എക്സ് സ്ക്വയർ. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? നമ്മൾ കേക്ക് ഒരു എക്സ്പ്രഷൻ നേരത്തെ ഞാൻ പഠിപ്പിച്ചു. എന്താ കേക്ക് പഠിച്ചത്? ഞാൻ ഒരു ബോക്സിലാക്കി വെക്കാൻ പറഞ്ഞു. എന്താ കേക്കുള്ള എക്സ്പ്രഷൻ? ഒമേഗ സ്ക്വയർ. കെ ഇസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ സ്ക്വയർ എം ആണ്. കെ ഇസ് ഈക്വൽ ടു അത് സൈഡിൽ ചെയ്താൽ മതിയേ. കെ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എം. ഇനി ഒമേഗയ്ക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഒമേഗ ഈക്വൽ ടു 2 പൈ മ്യൂ. ഒമേഗ ഈക്വൽ ടു 2 പൈ മ്യൂ. അതൊന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പൊ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ എന്നല്ലേ. അപ്പൊ 2ന്റെ സ്ക്വയർ 4 പൈ സ്ക്വയർ മ്യൂ സ്ക്വയർ എം. അപ്പൊ നമുക്ക് ഈ കെ എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 പൈ സ്ക്വയർ മ്യൂ സ്ക്വയർ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെക്ക് പകരം എന്ത് കൊടുക്കണു? 4 പൈ സ്ക്വയർ മ്യൂ സ്ക്വയർ എം. പിന്നെ അവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. സൈ ഈക്വൽ ടു ഇ സൈ. ഇനി നമുക്ക് ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ഇവിടെ എന്ത് വരും? 2. അപ്പൊ അതെടുത്ത് എഴുതാം. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2 പൈ സ്ക്വയർ മ്യൂ സ്ക്വയർ എം എക്സ് സ്ക്വയർ സൈ ഈക്വൽ ടു ഇ സൈ. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? പറയണോ ഞാൻ ഇതിന് സ്റ്റെപ്പ്? ക്ലിയർ. നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ആ ഈ സൈനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. എഴുതാട്ടോ നിങ്ങള്. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2 പൈ സ്ക്വയർ മ്യൂ സ്ക്വയർ എം എക്സ് സ്ക്വയർ സൈ മൈനസ് ഇ സൈ ഈക്വൽ ടു 0. ഇനി ഇതില് സൈ എന്ന് പറഞ്ഞ ടേം കോമൺ അല്ലേ? അത് ഔട്ട് സൈഡ് എടുത്ത് എഴുതാം. അതൊന്ന് ഗ്രൂപ്പ് ചെയ്യാം നമുക്ക്. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇതിൽ നിന്ന് സൈ ഔട്ട് സൈഡ് എടുക്കണു. 2 പൈ സ്ക്വയർ മ്യൂ സ്ക്വയർ എം എക്സ് സ്ക്വയർ മൈനസ് ഇ ഇൻറ്റു സൈ ഈക്വൽ ടു 0.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് മൈനസ് 2m by h cross square മൈനസ് 2m by h cross square. അപ്പോ ആദ്യത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മൈനസ് 2m by h ക്രോസ് സ്ക്വയറും മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ആദ്യത്തെ ടേം ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 2m by h ക്രോസ് സ്ക്വയർ 2 pi square mu square mx square minus e psi is equal to 0. ഇനി എന്ത് കിട്ടും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഈ മൈനസിന് ഉള്ളിലേക്ക് എടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്ത് സൈൻ ആവും? പ്ലസ് സൈൻ ആവും അല്ലെ? പ്ലസ് 2m by h ക്രോസ് സ്ക്വയർ. അപ്പൊ മൈനസിക്ക് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെ മൈനസും വരും, ഇവിടെ എന്താവും? പ്ലസ് ആവും. അപ്പൊ നമുക്ക് ഈനെ ആദ്യം എഴുതാം. ഈ മൈനസ് 2 പൈ സ്ക്വയർ മ്യൂ സ്ക്വയർ എം എക്സ് സ്ക്വയർ സൈസ് ഈക്വൽ ടു 0. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഈ മൈനസിന് ഉള്ളിലോട്ട് എടുത്തപ്പോൾ ഇവിടെ പ്ലസ് വന്നു. അപ്പൊ ഈ ടേമിന് മൈനസും ഈ ടേമിന് പ്ലസ്. അപ്പൊ പ്ലസ് എത്തുന്ന ടേം നമ്മൾ ആദ്യം എഴുതി. ക്ലിയർ ആണോ അത് പറഞ്ഞത്? ക്ലിയർ ആണ്. ഇനി നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് പോവാണ്. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ലെറ്റ് ആൽഫ ഈക്വൽ ടു 2me by h cross square 2me by h cross square. Then beta is equal to 2 pi mu m by h cross 2 pi mu m by h cross. നമുക്ക് ഇതെല്ലാവരും എഴുതിയോ? എഴുതി. നമുക്കൊരു 2 മിനിറ്റിന് താഴെ ഇപ്പൊ സമയമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒന്ന് എൻഡ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ വീണ്ടും ക്ലാസ്സിൽ കയറണേ. അപ്പൊ ഞാനിപ്പോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.